അയ്യോ, നല്ലതുപോലെ കളർ വെച്ചു. കണ്ടിട്ട് അസൂയ തോന്നുന്നുണ്ടോ നിനക്ക്? എന്റെ കളർ വെച്ചു എന്നല്ലേ പറഞ്ഞേ? ഹായ് ദേവു. ഹലോ സർ. ദേവു എന്നെ പരിചയപ്പെടുത്തില്ലല്ലോ. സോറി, മറന്നുപോയി. അത് നന്നായി. ഞാൻ പറഞ്ഞില്ലേ മേ, ഇതാ ഹരീഷ്. ഹായ്. അച്ഛാ, ഇത് ഹരീഷ്. ഹലോ സർ. എന്റെ ഫോൺ എവിടെ പോയി? ദേ, എന്നെ അനുഗ്രഹിക്കണം സർ. നന്നായി വരും, നന്നായി വരും. സാർ എന്നെ ഇങ്ങോട്ട് വരാൻ അനുവദിച്ചതിന് വളരെ നന്ദി. ബാഗ് എല്ലാം ഒന്നും എടുത്തു വെച്ചു കേട്ടോ. സാരമില്ല, ഞാൻ തന്നെ എടുത്തിട്ട് വരാം. സോറി, ഞാൻ എടുത്തിട്ട് വരാം. ഞാൻ സഹായിക്കണോ? ഏയ് വേണ്ട, താൻ സംസാരിക്കേ, ഞാൻ എടുത്തിട്ട് വരാം. അല്ലല്ല, അവരെ ഞാനേ പറഞ്ഞേച്ച്. ഓ, തനിക്ക് എന്റെ കൂടെ വരാനല്ലേ ആഗ്രഹം? ഓ, നോ, ഇറ്റ്സ് ഓക്കേ. പറയൂ മിസ്റ്റർ, എന്താ ഹരീഷ് എന്നല്ലേ തന്റെ പേര്? അതെ സർ, ഹരീഷ് രാമനാഥൻ. ബേസിക്കലി ഞാനൊരു സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റാണ്. മിസ്റ്റർ മഹേഷ് ദേവൻ, എൻ്റെ അമ്മാവൻ അവിടെ ഒരു വലിയ കമ്പനി നടത്തുക. ഞാൻ അവിടെ പ്രോജക്ട്സ് എല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കൊള്ളാലോ. സാർ, വെസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഇൻസ്പെക്ടർ മണിലാലാണ്. പറയൂ മണിലാൽ. ആ പൊറോട്ട രമേശൻ ശരിയായ മറുപടി തരുന്നില്ല സാർ. മറുപടി തരുന്നില്ലെന്നോ? അതെ സാറേ. PVC പൈപ്പ് ഇരിപ്പില്ലടോ, അതിൽ നല്ലപോലെ മണൽ കുത്തി നിറച്ചിട്ട് അവന്റെ കുതികാലിട്ട് തന്നെ നല്ല 4 കൊടുക്കാം സാർ. അപ്പൊ മറുപടി ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. ഓക്കെ സാർ. ഇയാള് പറ. അത് പിന്നെ ഞാൻ എൻ്റെ അമ്മാവൻ്റെ അമ്മായിയുടെയും കൂടെ ഒരു വലിയ വീട്ടിലാണ് ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയും എല്ലാം. സാർ, പണത്തിന്റെ അഹങ്കാരം കൊണ്ട് സംസാരിക്കുക. പണത്തിന്റെ അഹങ്കാരം കൊണ്ട് സംസാരിക്കുന്നു? അതെ സാറേ. ഒരു കാര്യം ചെയ്യ്, ബ്ലേഡ് ഇരിപ്പില്ലേ, ആ ബ്ലേഡ് എടുത്ത് ആ നഖം ദശ ചേർത്ത് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്ക്. പണത്തിന്റെ അഹങ്കാരം താനെ അടങ്ങും. ഓക്കെ സാർ. പറ. I got the master's degree in business administration and I specialized in marketing and information business systems and ഇംഗ്ലീഷിൽ സംസാരിക്കുന്നല്ലേ? അവനെ പുറത്തു കൊണ്ടുവന്നിട്ടേ റോട്ടിൽ കിടത്തിട്ട് ജീപ്പ് കയറ്റിക്കും. സൂപ്പർ ഐഡിയ സാറേ. അപ്പൊ അവൻ മലയാള ഭാഷ മറക്കാതെ സംസാരിച്ചോളൂ. ഓവർ. പറ. സർ, ഞാൻ ഒരിക്കലും മലയാള ഭാഷയും സംസ്കാരത്തെയും ഒക്കെ സത്യം പറഞ്ഞോലേ. ശരി, നമ്മുടെ ജോലി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ റോട്ടിൽ ഇറക്കി വിട്ടിട്ട് എൻകൗണ്ടർ കൊടുത്തേക്ക്. നമ്മളെ എവിടെയാ പറഞ്ഞു നിർത്തിയ ഹരീഷ്? എൻകൗണ്ടറിൽ. ചൂടുള്ള കോഫി. ഓ വാവ്, എനിക്ക് മാത്രമേ ഉള്ളൂ. താങ്ക് യു. കൈ കണ്ടിട്ട് ജോലി ചെയ്യുന്ന കൈ എല്ലാം തോന്നുന്നു, അതാ നോക്കിയത്. അല്ല, അത് പിന്നെ എല്ലാ ഹാർഡ് വർക്ക് ഇവിടെ അച്ഛാ. അവന്റെ ഫാമിലി ബിസിനസ്സിൽ $multi-million ലെവലിൽ കൊണ്ടുവന്നത് തന്നെ ഇവന്റെ ബുദ്ധിയാ അച്ഛാ. മാത്രമല്ല എന്റെ എക്സാമിന് ഇവനാ സഹായിച്ചത്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാനുള്ള കാര്യമല്ലേ. സ്പോർട്സിലൊന്നും തനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലേ? എനിക്ക് ക്രിക്കറ്റ് വളരെ ഇഷ്ടമാണ് സാർ, കാണാൻ. ഞാൻ കാണുന്നതിനെ കുറിച്ചല്ല ചോദിച്ചത്. ഓ, പിന്നെ ചെസ് കളിക്കും സാർ. നമ്മുടെ ഈ വിശ്വനാഥൻ ആനന്ദുമായിട്ട് എനിക്ക് അടുത്ത പരിചയമുണ്ട്. അടുത്ത പരിചയം എന്ന് പറയുമ്പോ ഈ TV-യിൽ കണ്ടുള്ള പരിചയമാണോ? ചെസ് കളിയൊക്കെ ഒരു കളിയാണോ? അല്ല, ഈ പമ്പരവും പട്ടമൊക്കെ ഒന്ന് ട്രൈ ചെയ്തുകൂടായിരുന്നു എനിക്ക്? ഓഫ് കോഴ്സ്, ട്രാക്ക് ആൻഡ് ഫീൽഡിലൊക്കെ താല്പര്യമുണ്ട്. ഞാൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് PT ഉഷ ട്രെയിനിങ് അക്കാഡമിയിൽ സെലക്ടഡ് ആയി. ബട്ട് യു നോ, അതെ, PT ഉഷ. ഏത് വർഷം? അതെനിക്കൊരു 13 വയസ്സുള്ളപ്പോ, ഐ തിങ്ക് 1993. വളരെ ചെറുപ്രായത്തിൽ. എല്ലാരും വരൂ, ഊണ് റെഡിയായി. താങ്ക് ഗോഡ്, എനിക്ക് നല്ല വിശപ്പുണ്ട്. കഴിക്കാൻ വാ. സാധാരണ കുളിച്ചിട്ടല്ലേ നിങ്ങൾ ഭക്ഷണം കഴിക്കാറ്? ഹേയ്, എനിക്കങ്ങനെ ജാടയൊന്നുമില്ല. ഐ എം ഓക്കെ വിത്ത് എനിത്തിങ്. ഞങ്ങളൊക്കെ കുളിച്ചിട്ടേ കഴിക്കൂ. ഓ, അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ അടുത്തൊരു ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട്. ഒരുപാട് ഹോട്ടലുണ്ട് ഇവിടെ, പുതിയ ഹോട്ടലെല്ലാം. ഓ,
എന്താ നീ കളിക്കുവാണോ? ഞാൻ ഇൻസുലിൻ കുത്തിയിട്ടിരിക്കുക. ഇവൻ കുളിക്കേണ്ടി വരുമ്പോഴേക്കും എന്നെ കുഴിയിലേക്ക് എടുക്കേണ്ടി വരും. ഇവിടെ ബാത്റൂം ഉണ്ടല്ലോ, ടെറസിലെ ബാത്റൂമിൽ ഇവ കുളിക്കട്ടെ. അതെന്റെ റൂമല്ലേ? മോൻ അവിടെ താമസിച്ചോ? അത് കാലിയായിട്ട് കിടക്കുക. എന്തിനാ ഹോട്ടലിൽ പോയി വെറുതെ കാശ് ചെലവാക്കുന്നത്? അല്ല അത് ഞാൻ പറയുന്നത് കേക്ക് മോനെ. സാരമില്ല, ഞാൻ ഹോട്ടലിൽ പോയി. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ദേവികെ, ഇവനെ മുകളിലേക്ക് കൊണ്ടുപോ. കമോൺ ഹരീഷ്. രണ്ടുപേരും വേഗം വരണം. വേണ്ടായിരുന്നു. എന്താ മോളെ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ് അമ്മവ. നിന്റെ അച്ഛൻ എന്നെ തീരെ ഇഷ്ടമല്ല. ഇനി അങ്ങേരുടെ മുമ്പ് വെച്ച് എന്നെ തൊട്ടു പോരുത്. നല്ല ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. ഒന്ന് ചുമ്മാ ഇരിക്കും ഹരീഷ്. അച്ഛന്റെ മുഖത്ത് നോക്കി സംസാരിച്ച എല്ലാം എങ്ങനെ ശരിയാവും. മുഖത്ത് നോക്കി സംസാരിക്കും? മനുഷ്യനെ ഒരുക്കുന്ന നോട്ടം. പക്ഷെ നീ എന്റെ അച്ഛന്റെ അടുത്ത് കള്ളത്തിന് മാത്രം പറയരുത്. ഞാൻ ആരോടാ കള്ളം പറഞ്ഞു? വെറുതെ നീ കള്ളം പറയണ്ട. ഡു നോട്ട് അക്യൂസ് മീ ഓഫ് ലൈയിങ് ബിക്കോസ് ഐ എന്റെ അച്ഛന് പി ടി ഉഷനെ അറിയാം, വിശ്വനാഥൻ ആനന്ദിനെ അറിയാം. എവിടെയുള്ള ഒരുത്തിന് വീട്ടിൽ കയറ്റി കിടത്തിയ നാട്ടുകാർ എന്നെ പറ്റി എന്ത് കരുത്? അതോർത്ത് എനിക്ക് വിഷമമില്ല. ആരോട് ചോദിച്ചിട്ട് ഈ തീരുമാനം എടുത്ത്? ആരോട് ചോദിക്കണം? ഇത് എന്റെ വീടാ, എന്നോട് ചോദിക്കണ്ടേ? ഈ വീടോ? ഈ വീട് പണിയാൻ 50 ലക്ഷം രൂപ മുടക്കിയത് ഞാനാ. അപ്പൊ ഈ വീട്ടിൽ എനിക്കൊരു വിലയില്ലേ? എനിക്കും വിലയില്ലേ? ഒന്ന് നിർത്തുന്നുണ്ടോ? കൂടിപ്പോയാൽ ഒരാഴ്ച താമസിക്കും. അതങ്ങ് സമ്മതിച്ചാൽ എന്താ? ഒരാഴ്ചയോ? അപ്പൊ ദേവുവിന്റെ കല്യാണോ? അവളുടെ തീരുമാനത്തിന് ഒരു പ്രസക്തിയില്ല ഇവിടെ. ഞാൻ എടുക്കുന്ന തീരുമാനം വലുത്. അവൻ ആരാണ്, എവിടുന്ന് വന്നു എന്നൊക്കെ ഞാൻ അന്വേഷിച്ചറിയുന്നവരെ ദയവ് ചെയ്ത് നിങ്ങൾ ആരും അവനെടുത്ത് മടി കയറ്റി വെച്ച് കൊഞ്ചിക്കരുത്. ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായി ആരെങ്കിലും അവനോട് പെരുമാറിയാ നടക്കാൻ അതെ, പോണത് വേറെ. ഞാൻ എന്റെ പോലീസ് ബുദ്ധി നിന്നെ വിട്ടു അത് പോവില്ലടാ. പോവില്ല അച്ഛാ. പോലീസിന്റെ ബുദ്ധി അകത്തിരുന്നാലും പുറത്തിരുന്നാലും ഒരുപോലെ എനിക്ക് ആ ചെറുക്കനെ ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ അല്ലല്ലോ കല്യാണം കഴിക്കാൻ പോണേ. സാർ, ഞാൻ കുളിച്ചു കഴിഞ്ഞു സാർ. നല്ല വിശപ്പ്. എന്നാ വാ. വരൂ, വാ, കം ഹരീഷ്. വരൂ. അതെ, നിങ്ങളൊന്ന് ഇരിക്കാൻ പറ. എന്നെ തറയിലിരുത്തുന്ന എനിക്ക് ഇഷ്ടം. അവന്റെ ആന ചെവി കണ്ടില്ലേ? വെച്ചിട്ടുണ്ടോ നിനക്ക്? ഇരിക്കുമോനെ. തമ്മി തല്ലാണ്ട് തിന്നാ മതി. വന്ന് ഇരിക്കും മുത്തശ്ശ. ആ, വന്ന് ഇരിക്കും മോളെ. മോളെ. ഹരീഷിന് വേണ്ടി പ്രത്യേകം ഞാൻ വെജിറ്റേറിയൻ ഒരുക്കിയിട്ടുണ്ട്. അയ്യോ, ചെമ്മീൻ കറി ഉണ്ടാക്കിയില്ലേ? അത് ആന്റിയുടെ സ്പെഷ്യൽ എപ്പോഴും ദേവ് പറയുമായിരുന്നു. ഓ, അത് തീർച്ചയായും ഞാൻ നാളെ ഉണ്ടാക്കി തരാം. ഒരു ചെമ്മീൻ കറി. എരിശ്ശേരി ഇഞ്ചിക്കറിയൊക്കെ ഉണ്ട്. വൗ. അപ്പൊ നോൺ വെജ് ഒക്കെ കഴിക്കുമല്ലേ? ഓ, തിരിച്ചു കടിക്കാത്ത എന്തും ഞാൻ കഴിക്കും. ഇവിടെ കുളത്തിലൊരു പാമ്പുണ്ട്, പിടിച്ചോണ്ട് വന്ന് തിന്നോ മോനെ. ഓ ഷുവർ. പക്ഷെ എനിക്ക് ഫിനിഷിംഗ് വെജിറ്റേറിയനാ. ശരി.